എന്നാലും ഇനി ഈ കേസ് ഒരു പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടോ? സാധ്യതയുള്ളത്, പക്ഷെ ദിലീപിന്റെ ഹർജി കൊണ്ട് പുനരന്വേഷണം നടക്കില്ല. പുനരന്വേഷണത്തിന് ആവശ്യപ്പെടേണ്ടത് ആരാണ്? ഈ കേസിൽ എനിക്ക് നീതി കിട്ടിയില്ല എന്ന് മുറവിളിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എഴുതി കഴിഞ്ഞ, സോഷ്യൽ മീഡിയയിൽ വന്ന് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അതിജീവിത പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് മറച്ചു വെക്കുന്നത്? എൻ്റെ പേര് പറയൂ, ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും ഞാൻ വിടൂല, ഞാൻ പൊരുതുന്ന. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അതിജീവിത ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ബടായി പറഞ്ഞാൽ പോരാ, ഇൻസ്റ്റഗ്രാമിൽ എഴുതിയാൽ പോരാ, ഇന്ത്യൻ എക്സ്പ്രസിന് ഇൻ്റർവ്യൂ കൊടുത്താൽ പോരാ. ചെയ്യേണ്ടത് എന്താ? നിയമ സംവിധാന പ്രകാരം 2 കാര്യങ്ങൾ ചെയ്യണം. കോടതിയെ സമീപിക്കുക, ഒന്ന് അപ്പീൽ പോവുക, ഈ വിധിയിൽ അപ്പീൽ പോകാം ഹൈക്കോടതിയിൽ. അതിന് മുമ്പേ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം. ഈ അന്വേഷണവും വിചാരണയും എന്ന് പറഞ്ഞാൽ അവരുടെ പരാതി നേരത്തെ വന്നിട്ടുണ്ട്. ഒന്ന്, ഈ അന്വേഷണം നീതിപൂർവമായില്ല. 2, തൊണ്ടി മുതലായി ഉള്ള ഒരു പ്രധാനപ്പെട്ട മെമ്മറി കാർഡ് 3 തവണ നിയമവിരുദ്ധമായി കോടതിയിലെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ അത് ചോർത്തിക്കൊണ്ടുപോയി എന്ന ആരോപണം വന്നു. 3, 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കേസ് അന്വേഷണം നടക്കുമ്പോൾ, കേസിന്റെ വിചാരണ നടക്കുമ്പോൾ ഉപേക്ഷിച്ചു പോയി. 4-മത്തെ കാര്യം, ഈ ജഡ്ജിയിൽ നിന്ന് നീതി കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജഡ്ജിയിൽ നിന്ന് കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതാ. ഇതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതിജീവിതയ്ക്ക് പോകാം. ദിലീപ് എങ്ങനെ പോകും? ദിലീപ് പോയിട്ട് എന്ത് കിട്ടും? എനിക്കറിഞ്ഞൂടാ. സാധാരണഗതിയിൽ ഇനിയിപ്പോൾ നിയമവിദഗ്ധന്മാരോട് നമുക്ക് വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും ദിലീപ്, പിന്നെ വേറൊരു കാര്യം, ദിലീപിന്റെ പിന്നിലുമൊക്കെ ഈ പറഞ്ഞ ഭീകരന്മാരായ വക്കീലന്മാരാരെങ്കിലും ഒക്കെ കാണുമല്ലോ. അവരും എന്തെങ്കിലുമൊക്കെ കണ്ടു കാണുമായിരിക്കും. ഇനി ഈ കളി എങ്ങനെയാണ് ദിലീപ് കളിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എന്നാ കേസ് വരുന്നത്? ജനുവരി 12 പരിഗണിക്കുമെന്നാണ്. കാത്തിരിക്കാൻ വരട്ടെ. എന്താണ് കോടതിയിൽ ദിലീപിന്റെ പുതിയ കളി എന്ന് കാണാമല്ലോ. ആരൊക്കെ ആ കളിക്കളത്തിൽ ദിലീപിനോടൊപ്പം ഉണ്ടോ എന്ന് കാണാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദിലീപിനെ ഇപ്പൊ തന്നെ മലയാളം വെറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിലേറെ. ഇനിയും കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയാൽ ഈ അതിജീവിതയുടെ ഇപ്പോഴത്തെ വേദനയിൽ ഇനിയും ഈ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഏർപ്പാട്, മുറിഞ്ഞുപോയ ആ ദേഹത്ത്, ശരീരത്തിലും മനസ്സിലും മുറിവേറ്റൊരു കുട്ടിയാണ് അതിജീവിത എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മനസ്സിൽ ഇനിയും മുറിവുകളിൽ മുളക് തേക്കുന്ന ഏർപ്പാടാണ് ദിലീപ് സ്വീകരിക്കുന്നതെങ്കിൽ ദിലീപിന്റെ കരിയറിൽ ഇനിയും അത് ഗുണം ചെയ്യില്ല. ദിലീപ് പറയുന്നുണ്ട് 8 കൊല്ലമായിട്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഇനിയും തിരിച്ചു കിട്ടാനല്ല സാധ്യത, ഇനിയും നഷ്ടപ്പെടാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.